ഹായ് ഫ്രണ്ട്സ്, റംലാനൊക്കെ വരുമല്ലേ. ഞാൻ വിചാരിച്ചൊരു നല്ലൊരു ഫ്രൂട്ട് സലാഡ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ എല്ലാവരും വരി, നമുക്ക് ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/2 ഗ്ലാസ് പാൽ മിക്സ് ചെയ്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കുക. കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. പാലൊന്ന് ചൂടാകട്ടെ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പാൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ മിക്സ് ചെയ്തത് നമുക്കിതിലേക്ക് ഒഴിക്കാം. പാലിലേക്ക് മിക്സ് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. കട്ട കിട്ടാതിരിക്കാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൈയെടുക്കാതെ തന്നെ നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ചേർക്കാം. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്യുക. നന്നായി കുറുകി വരുവാണെങ്കിൽ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് കുറുകി വരട്ടെ ഇത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യുമ്പം സെറ്റായിക്കോളും. നമുക്കിതിലേക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്രേപ്സ്, പപ്പായ, ആപ്പിള്, പൊമിഗ്രനേറ്റ്, പിന്നെ ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മുടെ കസ്റ്റാർഡ് മിക്സുമായിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഫ്രൂട്ട് സലാഡൊന്ന് നന്നായി തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. വരുന്ന റംസാന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.